ഈ അലൈനർ ട്രീറ്റ്മെന്റിനെ പറ്റി ചോദിക്കുമ്പോൾ പേഷ്യന്റ് എപ്പോഴും ഇൻവിസിലൈൻ അല്ലെങ്കിൽ ഇൻവിസിബിൾ അലൈനർ, ക്ലിയർ അലൈനർ മാറി മാറി ഉപയോഗിക്കാറുണ്ട്. ആക്ച്വലി ക്ലിയർ അലൈനർ എന്നുള്ളത് ഒരു ജനറിക് നെയിമാണ്. ഇൻവിസിലൈൻ എന്നുള്ളത് ക്ലിയർ അലൈനറിലെ ഏറ്റവും ട്രസ്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പൈനിയർ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. അത് US ബേസ്ഡ് ഒരു കമ്പനിയാണ് അതിന്റെ സർവീസ് തരുന്നത്. അതോടൊപ്പം തന്നെ US നിന്ന് വരുന്നതായതുകൊണ്ട് വളരെ എക്സ്പെൻസീവ് ആണ്. മിനിമം കേരളത്തിൽ ഇപ്പോൾ നിലവിൽ ഒരു 1.5 ലാഖിനടുത്തൊക്കെയാണ് ഏറ്റവും കുറഞ്ഞത് ഒരു ഇൻവിസിലൈൻ ട്രീറ്റ്മെന്റ് ആകുന്നത്. എന്നാൽ ഇന്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് കമ്പനികൾ, കേരള ബേസ്ഡും സർവീസുമുള്ള അനവധി അലൈനർ കമ്പനീസ് നിലവിലുണ്ട്. അതൊക്കെ പിന്നെയും കുറച്ചുകൂടെ ട്രീറ്റ്മെന്റ് ഇൻവിസിലൈൻ്റെ ഹാഫ് ചാർജിലോ അല്ലെങ്കിൽ ഇപ്പോൾ 1/3 റേറ്റിലോ ഒക്കെ സിമ്പിൾ കേസുകൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ക്വാളിറ്റിയിലും ഈ അലൈനർ ട്രീറ്റ്മെന്റ് പ്ലാൻ ചെയ്യുമ്പോഴുള്ള സോഫ്റ്റ്വെയറിന്റെ സ്പെസിഫിക്കേഷനിലൊക്കെ വളരെയധികം രീതിയിലുള്ള വ്യത്യാസമുണ്ട്. എല്ലാ ട്രീറ്റ്മെന്റുകളും അല്ലെങ്കിൽ എല്ലാ ഓർത്തോണിക് കറക്ഷൻസും അലൈനറിൽ കൂടി നടക്കണമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. കൃത്യമായിട്ട് അറിയണമെങ്കിൽ നിങ്ങളുടെ ഡെന്റൽ സർജനെ അല്ലെങ്കിൽ നിങ്ങളുടെ ഓർത്തോഡോണ്ടിസ്റ്റിനെ വിസിറ്റ് ചെയ്യുക. കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും.